ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാമത്തെ വാക്യം നമുക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാമത്തെ വാക്യം. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാർ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. വളരെ പരിചിതമായ ഒരു വാക്യമാണ് ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്കായി നമ്മൾ വായിച്ചു കേട്ടത്. ഈ കഥയെക്കുറിച്ച്, കർത്താവ് പറഞ്ഞ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്തവരായിട്ട് ഇവിടെ ആരുമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല. കൊച്ചു കുഞ്ഞുങ്ങളടക്കം എല്ലാവരും ആദ്യം പഠിക്കുന്ന ഒരു കഥയാണ് ഈ കർത്താവ് പറഞ്ഞ ഈ ഒരു കഥ. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നതും ആ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വളരെ ശ്രദ്ധയോടുകൂടെ എല്ലാവരും ആയിരിക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ആരും വലിയ മസിൽ പിടിച്ചൊന്നും ഇരിക്കണ്ട, വളരെ ശാന്തമായിട്ടിരുന്നാൽ മതി. ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രിയിൽ നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം. ഇന്ന് രാത്രിയിൽ ഈ ചിന്ത നമ്മളിവിടെ ആരംഭിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഈ ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഈ കഥയിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്? എത്ര പേരുണ്ട്? പറഞ്ഞോ, കുഴപ്പമില്ല. കൺവെൻഷനാണേലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞു. എത്ര കഥാപാത്രമുണ്ട്? 5? 3 കഥാപാത്രം. ആരൊക്കെ 3 കഥാപാത്രം? ഒരപ്പനും അല്ല ഒരപ്പനും അപ്പനുണ്ടായ 2 മക്കളും. അപ്പൊ അപ്പനും 2 മക്കളും, ഇതാണ് അവിടുത്തെ കഥാപാത്രം. ഇനി കർത്താവ് പറഞ്ഞ ഈ കഥയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏതൊരു കഥയിലും ഒരു കേന്ദ്ര കഥാപാത്രം കാണും, അല്ലേ? ഒരു പ്രധാന കഥാപാത്രം, നായകനൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? ഈ 2 ചോദ്യത്തിന് ഉത്തരം തന്നാൽ മതി, ബാക്കി ഞാൻ ഇനി അങ്ങ് സംസാരിക്കാം. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? ഇളയ മകൻ, അതായത് മുടിയനായ പുത്രൻ. ഇനി എന്തെങ്കിലും അഭിപ്രായമുണ്ടോ ആർക്കെങ്കിലും? വ്യത്യസ്തമായ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഇനി എന്തെങ്കിലും? ഇളയ മകനാണെന്ന് പറഞ്ഞു, സമ്മതിച്ചു. അല്ല, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ഇനി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈവക്കിക്കോ, പറഞ്ഞോ. ആർക്കും ഒരു അഭിപ്രായം ഇല്ലയോ? അപ്പൻ. അതുകൊണ്ട് അവിടെ കുറച്ച് പേര് പറഞ്ഞ അപ്പനാന്ന് പറഞ്ഞു. അപ്പം ഇളയ മകനാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്, അപ്പനാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഇനി എന്തെങ്കിലും? ഇല്ല, ഇനിയും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഇനി ഒരാൾ കൂടെ ഉള്ളൂ, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം മുടിയനായ പുത്രന്റെ സഹോദരനാണ്. അതാര്? ഞാൻ ഓർത്ത് ആരേലും പറയുമെന്ന് ചിന്തിച്ച് ആരും പറഞ്ഞില്ല. കർത്താവ് എന്തിനാ പറഞ്ഞത്? ആരെക്കുറിച്ച് പറയാനാ ഇത് പറഞ്ഞത്? കർത്താവ് ശരിക്കും ഈ കഥ പറഞ്ഞത് തന്നെ ആ മുടിയനായ പുത്രന്റെ സഹോദരനെ കുറിച്ച് പറയാനാ ഇത് മൊത്തം പറഞ്ഞത്. അതന്നെ അങ്ങനെ പറഞ്ഞേ. ആ 15-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ മതി, നമുക്ക് അന്നേരം മനസ്സിലാവുമല്ലോ. 15-ാം അധ്യായം 1-ാം വാക്യം. ചുങ്കക്കാരും
പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വചനം കേൾക്കാൻ അടുത്തു വന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഈ സ്റ്റേജിൽ നിന്ന് വചനം പറയുമ്പോൾ നിങ്ങൾ ഈ വചനം ഇങ്ങനെ കേട്ടിരിക്കുന്നത് പോലെ തന്നെ കർത്താവ് എവിടെയുണ്ടോ അവിടെ ഒക്കെ വചനം പറയാൻ ആൾക്കാർ അടുത്തു വരുമായിരുന്നു. അതിൽ വന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത് വചനം കേൾക്കാനാ അവർ വന്നത്, അല്ലേ? എന്തിനാ വന്നേ? വചനം കേൾക്കാനാ വന്നത്. അപ്പൊ വചനം കേൾക്കാൻ വന്ന അവരെ കുറിച്ച് പറയുന്നത് സമൂഹത്തിൽ അത്ര വലിയ മാന്യരല്ല, അവർ സമൂഹത്തിൽ വലിയ ശ്രേഷ്ഠന്മാരല്ല, സമൂഹത്തിൽ ഉന്നത കുലജാതന്മാരൊന്നുമല്ല. പിന്നെ സമൂഹത്തിൽ അറുക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരും കുലഹീനന്മാരും എന്നൊക്കെ കരുതിയ ഒരു ഗ്രൂപ്പ് ആൾക്കാര്, ചുങ്കക്കാരും പാപികളും ഒക്കെ യേശുവിന്റെ വചനം കേൾക്കാൻ അടുത്തു വന്നു. അപ്പൊ യേശുവിന്റെ വചനം കേൾക്കാൻ വന്ന ഒന്നാമത്തെ കൂട്ടരെ മനസ്സിലായല്ലോ. ആരത്? ചുങ്കക്കാരും പാപികളും. ഇനി അടുത്ത ഭാഗം, അവൻ പാപികളെ കൈക്കൊണ്ട് അവരോട് കൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു പിറുപിറുത്തു. അപ്പോ രണ്ടാമത്തെ കൂട്ടര്, യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്ന രണ്ടാമത്തെ കൂട്ടർ ഇതാണ്, പരീശന്മാരും ശാസ്ത്രിമാരും. അവര് വചനം കേൾക്കാൻ വന്നതാണോ? അല്ല. യേശു പാപികളെ കൈക്കൊണ്ടു അവരോടുകൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാര്, അവരാണ് പരീശന്മാരും സാദുക്യരും. അപ്പോൾ യേശു ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇവരുടെ പണി എന്നാന്നറിയാവോ? ഇവർ യേശുവിനെ നോക്കി പിറുപിറുത്തോണ്ട് ഇങ്ങനെ മാറി ദൂരത്ത് നിൽക്കുക. അപ്പോൾ യേശു ഈ ചുങ്കക്കാരെയും പാപികളെയും നോക്കി വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ ശ്രദ്ധ അവരിലേക്ക് പോയി, ഈ പിറുപിറുത്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരിലേക്ക് പോയി. എന്നിട്ട് അവരെ യേശു ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് യേശു തീരുമാനിച്ചു, ഇവരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയണം. അപ്പോൾ അവരോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് യേശു ആരുടെ കാര്യം പറഞ്ഞത്? ഈ ധൂർത്തപുത്രന്റെ ഉപമ പറഞ്ഞത്. അപ്പോൾ എന്തുവാ അതിൻ്റെ അകത്തൂടെ കർത്താവ് അർത്ഥമാക്കിയത്? കർത്താവ് ഇത്രേ അർത്ഥമാക്കിയുള്ളൂ, എന്റെ പരീശന്മാരും സാദുക്യരുമേ, നിങ്ങൾ ഇങ്ങനെ ഈ കർത്താവിന്റെ സ്നേഹം, ഇത്രമാത്രം സ്നേഹമുള്ള ഒരു പിതാവ് തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നും അനുഭവിക്കാതെ ഈ പാപികളും ചുങ്കക്കാരും അവരുടെ പാപത്തെ വിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് അപ്പന്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ ആ മുടിയനായ പുത്രന്റെ ജ്യേഷ്ഠനെ പോലെ മാറി നിന്ന് പിറുപിറുക്കാതെ ഈ സ്നേഹത്തിലേക്ക് നിങ്ങളും കടന്നു വരിക എന്നൊരു വലിയ സന്ദേശം കർത്താവ് ഈ കഥയിലൂടെ നൽകുകയായിരുന്നു എങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ഒരു സന്ദേശം നമ്മൾ ഒരല്പസമയം ഒന്ന് ചിന്തിക്കാൻ തുടങ്ങുക. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ യോഗം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ നമ്മുടെ അപ്പന്റെ സ്നേഹത്തെ ഒന്ന് മനസ്സിലാക്കി വേണം മടങ്ങി പോകാൻ. സന്തോഷമുള്ള ദൈവമക്കൾ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഈ കഥയിൽ, ഈ കർത്താവ് പറഞ്ഞ കഥയിൽ 3 കഥാപാത്രങ്ങളാണ് ഉള്ളത്. നമുക്ക് മുടിയനായ പുത്രനിൽ തന്നെ അങ്ങ് തുടങ്ങാം. നിങ്ങൾ എല്ലാവരും അതാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ മുടിയനായ പുത്രനെ കുറിച്ച് നമുക്ക് ചിന്തിച്ച് ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ മുടിയനായ പുത്രന്റെ പ്രത്യേകത, അവൻ അപ്പനോട് വന്നൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാവോ? അപ്പാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? പെട്ടെന്ന് പറ. അത് മറ്റൊന്നുമല്ല, എനിക്കുള്ളത് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ എന്ത് തരണമെന്നാ? നിന്റെ വസ്തുവകയിൽ എനിക്കുള്ള ഓഹരി ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് പോയി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ എന്തിനാ നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോന്നേ? അല്ലപ്പാ, ഇവിടെ നിന്നാ ശരിയാകത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, എനിക്ക് അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അവിടെ പോകരുത്, ഇങ്ങനെയുള്ള കൺട്രോളിങ് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനല്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടം അനുസരിച്ച്, എന്റെ താല്പര്യം അനുസരിച്ച്, എന്റെ ആഗ്രഹം അനുസരിച്ച് എനിക്ക് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൂരദേശത്തേക്ക് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് കിട്ടാനുള്ളത് ഇങ്ങ് തരുമായിരുന്നെങ്കിൽ ഞാൻ അതുകൊണ്ട് അങ്ങ് പോകാമായിരുന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ അപ്പൻ അവന് എന്ത് ചോദിച്ചോ അത് കൊടുത്തു. അതൊരു ഭയങ്കര കാര്യമല്ലേ? ഈ അപ്പൻ ചോദിച്ചപ്പോഴത് കൊടുത്തു. സാധാരണ യഹൂദന്മാരുടെ ഇടയിലെ നടത്തിപ്പനുസരിച്ച് മൂത്ത മകനാണ് 2/3 ഭാഗം, ബാക്കി 1 ഭാഗമേ ഇളയവര് വരത്തുള്ളൂ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ, മക്കൾക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ അപ്പൻ മരിച്ചതിന് ശേഷം മാത്രമേ അത് കൊടുക്കുകയും ചെയ്യത്തുള്ളൂ. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അപ്പനെ മരിച്ചവനായിട്ട് കണ്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഈ പയ്യൻ അപ്പനോട് വന്ന് ചോദിച്ച ചോദ്യത്തിന് അപ്പൻ തിരിച്ചൊന്നും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കാണും. പക്ഷേ അപ്പൻ അതങ്ങ് കൊടുത്തു. അപ്പൻ ഇവനോട് പറഞ്ഞു കാണും, എൻ്റെ മോനെ, നിന്നെ കാണാതിരിക്കുന്നത് എനിക്ക്
പ്രയാസമാണ്, നിന്റെ മുഖം കണ്ടില്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാ, നിന്റെ ശബ്ദം ഒരു ദിവസം കേട്ടില്ലെങ്കിൽ അതെന്റെ ഹൃദയത്തിന് ഭയങ്കര വേദനയാണ്, അതുകൊണ്ട് നീ പോകരുത് പോകരുത് പോകരുതെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും ഇവൻ അപ്പന്റെ വാക്ക് കേട്ടില്ല. അമ്മയും അമ്മയുടെ കാര്യം അവിടെ പറയുന്നില്ല. സ്വാഭാവികമായിട്ടും അപ്പനേക്കാൾ കൂടുതൽ അമ്മ അവനോട് പറഞ്ഞു കാണും, എന്റെ മോനെ നീ വീട് വിട്ട് പോയാൽ ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്താ. അതുകൊണ്ട് എന്റെ കുഞ്ഞെ, നീ ഒന്ന് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. നിനക്ക് അപ്പനെ അമ്മയെ കാണാതിരിക്കാൻ പറ്റുമോ? നീ ഇവിടെ നിൽക്ക്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇവന്റെ തീരുമാനത്തിൽ നിന്ന് ഒരണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇവൻ ചലിച്ചില്ല. അങ്ങനെ അവസാനം അവൻ ചോദിച്ചതുപോലെ തന്നെ അവന് വേണ്ടിയുള്ള ഓഹരി ഇവന് കൊടുത്തു. ആ ഓഹരിയും വാങ്ങിച്ച് അവൻ വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും പറയുന്ന വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോകുന്ന ആ പോക്ക് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വാക്യം ഓർമ്മ വന്നു. ആ വാക്യം എന്താണെന്ന് ചോദിച്ചാൽ ആവർത്തന പുസ്തകത്തില് ഇങ്ങനെ ഒരു മോൻ ഒരു വീട്ടിലുണ്ടായാൽ അവനെ എന്തോ ചെയ്യണമെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 21-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അനുസരിക്കാത്ത പിള്ളേര് ആ കാലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരെ എന്തോ ചെയ്യണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആന്റി അതൊന്ന് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 21 മുതലുള്ള വാക്യം. അപ്പന്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷഡനും മത്സരിയുമായ മകൻ ഒരുത്തിന് ഉണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിക്കലേക്ക് കൊണ്ടുപോയി, ഞങ്ങളുടെ ഈ മകൻ ഷഡനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനുമാകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. പിന്നെ അവന്റെ പട്ടണക്കാർ എല്ലാവരും അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇസ്രായേൽ ഇവിടെ വായിക്കുന്ന വാക്യം, ഇങ്ങനെ ഒരു മകൻ ഉണ്ടെങ്കിൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പൊ എന്തോ ചെയ്യണമെന്നാ? കല്ലെറിഞ്ഞു കൊല്ലണം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇവനെ സത്യത്തിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? പറഞ്ഞ അനുസരിക്കാത്ത മത്സരിയായിട്ടുള്ള സ്വന്തം താല്പര്യത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഈ പയ്യനെ എന്തോ ചെയ്യണമായിരുന്നു? കല്ലെറിഞ്ഞു കൊല്ലണമായിരുന്നു ന്യായമായിട്ട്. പക്ഷേ അവൻ അർഹിക്കുന്ന ശിക്ഷയല്ല അപ്പൻ അവന് കൊടുത്തത്. അർഹിക്കാത്ത ഔദാര്യമാണ് അപ്പൻ അവനോട് കാണിച്ചത്. എനിക്കിതാ സത്യം പറഞ്ഞ മനസ്സിലാകാത്ത. നമ്മളെങ്ങാണോ ആയിരുന്നെങ്കിൽ പിടിച്ചു നിർത്തി 2 എണ്ണം കൊടുത്തേനെ. പക്ഷെ ഈ അപ്പൻ എന്താ ഇങ്ങനെ ചെയ്തേ? ഒരു കാര്യം ഞാൻ പറയാം. ഈ അപ്പനെ കുറിച്ച് പറയുമ്പോഴെല്ലാം നിങ്ങൾ ഓർത്തോണം, ഇത് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ഒരു പ്രതിച്ഛായയാണ് ഈ അപ്പനിൽ നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ അപ്പൻ എന്താ ഇങ്ങനെ ചെയ്തേ? അല്ലെ, അതൊരു ചോദ്യമല്ലേ? ഇവൻ ചോദിച്ചുടനെ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവനെ കൊല്ലാൻ വിധിക്കേണ്ടതിന് പകരം ഇവനെ കുറിച്ച് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കൊല്ലാൻ ഏൽപ്പിക്കുകയല്ല ചെയ്തത്, കല്ലെറിയുകയല്ല ചെയ്തത്, ഉടനെ ശിക്ഷാ നടപടി എടുക്കുകയല്ല ചെയ്തത്. പിന്നെ അവനെ എന്തവൻ ആഗ്രഹിച്ചോ ആ നിലകളിൽ പോകാൻ അനുവദിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഇത് സത്യത്തിൽ മനസ്സിലായില്ല. പിന്നെ എനിക്ക് മനസ്സിലായത്, കാരണം എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നു. ഞാനൊന്ന് പറയാം. ഈ കുമരകത്തിനടുത്ത് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ഒരു ഹൈസ്കൂൾ. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ അതുപോലെ അങ്ങ് പറയുക. ഒരു ഹൈസ്കൂൾ. ആ ഹൈസ്കൂളിൽ 5-ാം ക്ലാസ് മുതൽ മഹാവികൃതി കാണിക്കുന്ന 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ 3 പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ടീച്ചർമാർക്ക് ഭയങ്കര തലവേദന സൃഷ്ടിക്കുന്ന 2-3 പിള്ളേരാണ്. അപ്പോൾ പല നിലയിൽ നോക്കി, അടിച്ചു നോക്കി, പല ശിക്ഷാ നടപടികൾ കൊടുത്തു നോക്കി. ഇവന്മാര് ശരിയാകത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ടീച്ചർമാർ ഇവന്മാരെ കൊണ്ട് പൊറുതിമുട്ടി. അങ്ങനെ ഹൈസ്കൂളിലേക്ക് കയറുന്ന സമയം വന്നപ്പോ ടീച്ചർമാരെല്ലാരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ചു. ഇന്നത്തെ കാലമല്ല, ചില വർഷങ്ങൾക്ക് മുൻപിലുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഉള്ള പ്രത്യേകത, SSLC പരീക്ഷ അത് സ്കൂളുകൾ തമ്മിൽ 100% വിജയം മേടിക്കുവാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ടീച്ചർമാർ പറഞ്ഞു, ഹൈസ്കൂളിൽ ഇവന്മാരെ 3 പേരെയും കൂടെ ഒരുമിച്ചിരുത്തി പഠിപ്പിച്ച അത്ര ശരിയാകത്തില്ല, അതുകൊണ്ടൊരു കാര്യം
ചെയ്യാം, ഇതിൽ ഒരുത്തനെ അങ്ങ് പറഞ്ഞു വിടാം, അപ്പോൾ ബാക്കി രണ്ടുപേരും അങ്ങ് ശരിയാകും. മൂന്നും പഠിക്കാൻ നല്ല പിള്ളേരാ, പക്ഷേ ഈ കുരുത്തക്കേട് കാണിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന പ്രശ്നം. ഏതായാലും എല്ലാവരുടെയും തീരുമാനം പോലെ തന്നെ അതിൽ ഒരുത്തനെ അങ്ങ് പറഞ്ഞു വിട്ടു. ഒരുത്തനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ അവരും ബാക്കി രണ്ട് പിള്ളേരും സ്കൂളിലേക്ക് കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഒരുത്തനെ പറഞ്ഞു വിട്ടത് കൊണ്ട് ഇനി നമുക്കും അങ്ങനെ ഒരു ഗതി ഉണ്ടാകാതിരിക്കാൻ ഇനി സ്കൂളിൽ വഴക്കുണ്ടാക്കരുത് എന്നുള്ളതല്ല പറഞ്ഞത്. ഇനിയും അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ചിന്തിക്കുക പോലും വേണ്ടെന്ന് മാത്രമല്ല, അവൻ്റെയും കൂടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇവന്മാർ രണ്ടുപേരും കൂടെ പറഞ്ഞത്. ചുരുക്കം പറഞ്ഞ ഇവർ രണ്ടുപേരും കൂടെ തകൃതിയായിട്ട് വീണ്ടും പതിവ് പോലെ കലാപരിപാടി ആരംഭിച്ചു. അടുത്തിരിക്കുന്ന പിള്ളേർക്ക് ശല്യം, ടീച്ചർമാർക്ക് ശല്യം, മറ്റുള്ളവരെ പഠിപ്പിക്കത്തില്ല. ആകെ പ്രശ്നമായി. 8ാം ക്ലാസ് ആകെ ഇവന്മാർ ഉഴപ്പി. ഒരു വിധത്തിലൊക്കെ ജയിക്കാനുള്ള മാർക്ക് മേടിച്ചെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ 9ാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയം അതിൽ ഒരുത്തനെ കൂടെ അങ്ങ് പറഞ്ഞു വിട്ടു. അപ്പോൾ ഒരുത്തൻ മാത്രം അവശേഷിച്ചു. അപ്പോഴെങ്കിലും ശരിയാകുമെന്ന് ചിന്തിച്ചു. കാരണം അവനും നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ളവനാണ് ഇവിടെ ഇരിക്കുന്നവൻ. പക്ഷെ അവൻ പഠിക്കുന്നില്ലെന്ന് മാത്രമല്ല, മറ്റുള്ള പിള്ളേരെ കൂടെ ഉഴപ്പുക. അപ്പൊ കൂട്ടത്തിൽ നിൽക്കുന്ന 2 പിള്ളേരെ പറഞ്ഞു വിട്ടിട്ടും ഇവൻ ശരിയാകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. 9ാം ക്ലാസ് സോദരം ആ കാലവർഷത്തിന്റെ ഏറ്റവും അവസാന സമയം ടീച്ചർമാരെല്ലാവരും കൂടെ കൂടി ഒരു ഡിസ്കഷൻ നടത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇനി അവനെ ഇവിടെ പഠിപ്പിക്കുന്നത് ഉചിതമല്ല. കാരണം മറ്റുള്ള കുഞ്ഞുങ്ങളെ കൂടെ അവൻ വഴിതെറ്റിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ സ്കൂളിൽ നിന്ന് അവനെ TC കൊടുത്ത് പറഞ്ഞു വിടണം. ഈ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, നിലവിലുള്ള ഹെഡ് മാസ്റ്റർ മാറി പുതിയ ഒരു ഹെഡ് മാസ്റ്റർ അവിടേക്ക് വരികയാണ്. തന്റെ സർവീസിലെ ഏറ്റവും അവസാനത്തെ വർഷം താൻ ആ സ്കൂളിൽ ഹല്ലേലൂയ സ്തോത്രം കടന്നു വന്നിരിക്കുകയാണ്. ഈ ഒരു വർഷവും കൂടെ കഴിഞ്ഞാൽ താൻ തന്റെ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്, താൻ പെൻഷനാകുകയാണ്. അപ്പോൾ ആ അധ്യാപകൻ ഈ സാറുമാരോട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ പുതുതായി ഇങ്ങോട്ട് ചാർജ് എടുക്കാൻ വന്നതല്ല ഉള്ളൂ, അതുകൊണ്ട് ഇനിയും ഈ സമയത്ത് ഒരാളെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 5ാം ക്ലാസ് മുതൽ ഇവര് കാണിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ടീച്ചർമാരക്കമിട്ട് ആ പുതിയ ഹെഡ് മാസ്റ്ററോടൊന്ന് പറഞ്ഞു നോക്കി. നെല്ലിടയ്ക്ക് ആ ഹെഡ് മാസ്റ്റർ സമ്മതിക്കത്തില്ല. ആ വയോധികനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, സാരമില്ല, ഒരു വർഷം നമുക്കൊന്ന് നോക്കാം, ചിലപ്പം നേരെ ആയെങ്കിലോ. ഏതായാലും എല്ലാ ടീച്ചർമാരും ഒരുപോലെ അവസാനം ആ ഹെഡ് മാസ്റ്ററോട് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ സാറ് ഇവൻ ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി, പക്ഷെ സാറിന് മനസ്സിലായില്ല. അതുകൊണ്ട് അവനിനി എന്ത് കുരുത്തക്കേട് ഇവിടെ കാണിച്ചാലും, എന്ത് നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടാക്കിയാലും അതിന്റെ ഉത്തരവാദി സാറ് മാത്രമായിരിക്കും. ഈ പ്രായമുള്ള ഈ മനുഷ്യൻ പറഞ്ഞു, ഞാനത് ഏറ്റെടുത്തോളാം. അങ്ങനെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. ഇവൻ ഇതൊന്നും അറിഞ്ഞില്ല, ഈ ഡിസ്കഷനും അറിഞ്ഞില്ല, ഇവനെ കുറിച്ച് നടന്ന ചർച്ചകളും അറിഞ്ഞില്ല. അവൻ പതിവ് പോലെ ഈ സ്കൂളിലേക്ക് പഠനത്തിന് വേണ്ടി കടന്നു വന്നു. ആദ്യത്തെ ഒരു മാസം പൂർത്തിയാകുന്നതിന് മുൻപ് അടുത്തിരിക്കുന്ന ഒരു കുഞ്ഞുമായിട്ട്, അടുത്ത് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് അടിയുണ്ടാക്കി, ബഹളം ഉണ്ടാക്കി. അവൻ സ്കൂളിലെ 1-2 കസേരകൾ തല്ലി ഓടിച്ച് ഭയങ്കര പ്രശ്നമായി. മാതാപിതാക്കൾ സ്കൂളിലേക്ക് ഇരച്ചു വന്നു. ആ സമയത്ത് മറ്റു ടീച്ചർമാരൊക്കെ ഹെഡ് മാസ്റ്ററിന്റെ റൂമിന്റെ അകത്തേക്ക് കയറി സാറിന് നേരെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സാറേ, ഞങ്ങൾ അന്നേ പറഞ്ഞതാ ഇവനെ ഇവിടെ പഠിപ്പിക്കരുതെന്ന്. സാർ ഒറ്റ ഒരാളാണ് ഇതിനുള്ള ഉത്തരവാദി, ഇനിയും സാറ് നോക്കിക്കോ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് ബാക്കി ടീച്ചർമാരെല്ലാം ആ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. മാതാപിതാക്കൾ ഈ സാറിനോട് ഭയങ്കരമായിട്ട് ആക്രോശിച്ച് സംസാരിച്ചു കൊണ്ട് നിൽക്കുക. ഏതാ അടി കൊണ്ടവന്റെ മാതാപിതാക്കൾ. അവസാനം അവരോടും സാറ് പറഞ്ഞു, നിങ്ങൾ ഒന്ന് പുറത്തേക്ക് പോ, എന്നിട്ട് ഒരാൾ പോയി അവനെ ഇങ്ങ് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഇത്രയും കാണിച്ചു വെച്ച ആ ചെറുപ്പക്കാരനെ ഇങ്ങ് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഏതായാലും ഒരു സാറ് ചെന്ന് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഹെഡ് മാസ്റ്റർ വിളിക്കുന്നു, ഹെഡ് മാസ്റ്റർ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇവൻ പെട്ടെന്ന് ഹെഡ് മാസ്റ്ററിന്റെ റൂമിലേക്ക് വന്നു. ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടും, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും യാതൊന്നും സംഭവിച്ചില്ല എന്നുള്ള മട്ടിൽ കയ്യും കെട്ടി ഒരു വികാരവും ഇല്ലാതെ സാറിന്റെ മുമ്പിൽ അവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിന്നു. പക്ഷേ എല്ലാവരും സ്തോത്രം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വെളിയിൽ നിന്ന് അകത്തോട്ട് നോക്കി നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, അല്പസമയം കഴിഞ്ഞപ്പോൾ ഇവൻ അലമാരിയുടെ മുകളിൽ വെച്ചിരിക്കുന്ന ചൂരലിലേക്കൊന്ന് നോക്കി. കാരണം ഇപ്പോൾ ചൂരലെടുത്ത് തന്നെ അടിക്കുമെന്ന് ആ സ്തോത്രം ചെറുപ്പക്കാരൻ ചിന്തിച്ചു. പക്ഷേ ആ മനുഷ്യൻ, ആ അധ്യാപകൻ ചൂരലെടുക്കാൻ പോയില്ല. പിന്നീട് അവൻ ചിന്തിച്ചു, അങ്ങ് ആ ചുട്ട
ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ആ ഗ്രൗണ്ടിൽ എന്നെ നട്ടുച്ചയ്ക്കുള്ള ഈ വെയിൽ തന്നെ നിർത്തുമെന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ ആ അധ്യാപകൻ അതും ചെയ്തില്ല. പെട്ടെന്ന് അവൻ ഫോണിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിച്ചു, ഫോണിൽ ഇപ്പോൾ എൻ്റെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തും. പക്ഷേ ആ അധ്യാപകൻ അതും ചെയ്തില്ല. അല്പസമയം കഴിഞ്ഞിട്ടും ഈ അധ്യാപകൻ ഒന്നും ചെയ്യാതിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. അധ്യാപകന്റെ മുഖത്തേക്ക് ഇവൻ സൂക്ഷിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവൻ ഒരു കാഴ്ച കണ്ടു. തന്റെ മുൻപിലിരിക്കുന്ന പ്രധാന അധ്യാപകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ആ മനുഷ്യൻ പതുക്കെ കസേരയിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവന്റെ തോളിലേക്കൊന്ന് തട്ടി ഒരു ചോദ്യം, കുഞ്ഞെ, പഠിക്കാൻ ബുദ്ധിയുണ്ടല്ലോ, ഉത്സാഹിച്ചാൽ ഉന്നതങ്ങളിൽ എത്താൻ നിനക്ക് പ്രാപ്തിയുണ്ട്, എന്തിനാ കുഞ്ഞെ നീ ഇങ്ങനെ നശിക്കുന്നത്? സ്നേഹവാത്സല്യത്തോടു കൂടിയുള്ള ആ ചോദ്യം കേട്ടപ്പോൾ അവന് പതറിപ്പോയി. അവന്റെ കണ്ണുകളും നനഞ്ഞൊഴുകാൻ തുടങ്ങി. ഒരു പിതാവിനെ പോലെ പ്രധാന അധ്യാപകനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, സാറേ, ഇനിയും ഞാനായിട്ട് ഇവിടെ ഒന്നും ചെയ്യത്തില്ല, ഞാനായിട്ട് ഒരു കുരുത്തക്കേടും ഇവിടെ കാണിക്കത്തില്ല, ഞാൻ പഠിച്ചോളാം സാറേ. ഞാൻ ചോദിക്കട്ടെ, 5ാം ക്ലാസ് മുതൽ ടീച്ചർമാര് ചൂരലെടുത്ത് പൊതിരെ തല്ലിയിട്ടും ഇവൻ നന്നായില്ല, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതിനുശേഷം പല ശിക്ഷാ നടപടികൾ ചെയ്തു നോക്കി, അസംബ്ലിയിൽ വിളിച്ചു നിർത്തി മറ്റുള്ള കുഞ്ഞുങ്ങളുടെ മുൻപിൽ അധിക്ഷേപിച്ചു നോക്കി, പക്ഷേ അവര് നന്നായില്ല. ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ അവനെ മുട്ടുകുത്തി നിർത്തി നോക്കി, പക്ഷെ ഈ പിള്ളേര് ശരിയായില്ല. എന്നിട്ടും എന്തുകൊണ്ട് ഇപ്പോൾ ഒരു വ്യത്യാസം, ഇപ്പോൾ ഒരു മാറ്റം, ഇപ്പോൾ ഒരു മാനസാന്തരം? മാനസാന്തരത്തിന് കാരണം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയൊക്കെ ചെയ്തപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ടെന്നുള്ള തിരിച്ചറിവാണ് അവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ അധമ പാപിയായി ഈ ദേശത്തിൽ നെടുകയും കുറുകയും നടന്ന് മദ്യവും മയക്കുമരുന്നും സേവിച്ച് ഹല്ലേലൂയ മറ്റു മനുഷ്യർക്ക് തലവേദനയായി ഭവനത്തിനും കുഞ്ഞുങ്ങൾക്കും പേടി സ്വപ്നമായി കഴിയുമ്പോഴും ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ ഒരു സന്ദേശമേ ഉള്ളൂ. പ്രിയ സ്നേഹിത, നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്, നിന്നെ മനസ്സിലാക്കുന്ന ഒരു ഹൃദയം സ്വർഗത്തിലുണ്ട്. ആര് നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ഒരു തലവേദന മാത്രമാണ് നീയെന്ന് എല്ലാവരും നിന്നെ നോക്കി പറഞ്ഞാലും, എന്തിനിങ്ങനെ ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്നെന്ന് നിന്റെ മുഖത്ത് നോക്കി പലരും വിരൽ ചൂണ്ടി പറഞ്ഞാലും, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സ്നേഹിച്ച ഒരു സ്നേഹം, ആ സ്നേഹിക്കുന്ന ഒരു ഹൃദയം, അതേ സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിൽ നിന്നെയും വിളിക്കുകയാണ്. മറ്റ് പരിപാടികൾ ഇല്ലാത്തത് കൊണ്ടല്ല മുറ്റത്ത് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്ത് ഈ സുവിശേഷ സന്ദേശം വിളിച്ചു പറയുന്നത്. ആരും സ്നേഹിക്കപ്പെടാൻ ഇല്ലാതിരിക്കുന്ന നിന്നെ, ആരും അർഹിക്കുന്ന പരിഗണന തരാൻ കഴിയാതെ ഇരിക്കുന്ന നിന്നെ, ആരും നിന്റെ ജീവിതത്തിൽ ആരും അവരുടെ ജീവിതത്തിലേക്ക് പോലും അടുപ്പിക്കാൻ കഴിയാതെ ഭാരപ്പെടുത്തുന്ന ആരുടെ പേടി സ്വപ്നമായ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുക മാത്രമല്ല, നിത്യതയിലേക്ക് കരം പിടിച്ച് നടത്തുവാൻ തക്കവണ്ണം കാൽവരി ക്രൂശിൽ അവസാനത്തുള്ള രക്തവും ഊറ്റിത്തന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ പ്രഘോഷണം നടത്തുമ്പോൾ അത് ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടിയുള്ള ദൂതാണ്. കടത്തിണ്ണയിലോ വീടിന്റെ മുറ്റത്തോ വഴിയോരങ്ങളിലോ എവിടെ നിന്ന് കേട്ടാലും ഒരു സന്ദേശം ഞങ്ങൾ വിളിച്ചു പറയാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം കർത്താവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള മരണമല്ല, ഒരു പ്രത്യേകമായ ഒരു വർഗത്തിന് വേണ്ടിയുള്ള മരണമല്ല, പ്രത്യേകമായ ജാതിക്ക് വേണ്ടിയുള്ള മരണമല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം സകല മനുഷ്യർക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷത്തിന്റെ വാർത്തയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചു പറയും, എന്നെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം സ്വർഗത്തിലുണ്ട്. ഇന്ന് രാത്രിയിൽ അത് മനസ്സിലാക്കുന്ന ദൈവമക്കൾ സന്തോഷത്തോടെ ധൈര്യത്തോടെ വിളിച്ചു പറ, എന്നെ സ്നേഹിക്കുന്ന ഒരപ്പൻ എനിക്ക് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. റോമാലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം ഇത് തന്നെയാ പറയുന്നത്. കൃപ പെരുകേണ്ടതിന് നിങ്ങൾ ഇനിയും പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത് എന്ന് പറഞ്ഞാൽ കർത്താവ് അപ്പോഴും നമുക്ക് കൃപ നൽകുകയാണ്, സ്നേഹം നൽകുകയാണ്. എന്തിനാണെന്നറിയാവോ? അത് ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് കർത്താവിന്റെ സ്നേഹം കണ്ട് നീ മടങ്ങി വരണമെന്നുള്ളതാണ് എന്റെ പിതാവിന്റെ ആഗ്രഹമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നീ നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച എത്രയോ പേരുണ്ട്.
അയ്യോ നീ ഭൂമിക്ക് ഭാരമായി എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചവരുടെ മുൻപിൽ നീ ചിന്തിച്ചിട്ടില്ലേ? അതെ, ഞാനങ്ങ് ഇല്ലാതായി പോയായിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ അടിയിൽ ഞാനങ്ങ് പെട്ടുപോയായിരുന്നെങ്കിൽ, അയ്യോ ഒരു വിഷക്കുപ്പിയിൽ എന്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചായിരുന്നെങ്കിൽ, ഇല്ല, ഇന്ന് രാത്രിയിൽ നിന്നെ ശേഷിപ്പിച്ചതിന്റെ പിന്നിൽ, ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം നിന്നെ കേൾപ്പിക്കുന്നതിന്റെ പിന്നിൽ, ഇന്ന് രാത്രിയിൽ നിന്റെ ആയുസ് അസ്തമിച്ചു പോകാൻ 100 സാധ്യതകൾ ഉണ്ടായിട്ടും ഇന്ന് രാത്രിയിൽ ജീവനോടെ ശേഷിപ്പിച്ച് ഈ സന്ദേശം നിന്നെ കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരേ ഒരു കാരണം, നീ നശിച്ചു പോകാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിൽ ജീവിക്കുന്നു. ഇന്ന് രാത്രിയിൽ അത് തിരിച്ചറിയുന്നവർ മാത്രം ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ശബ്ദമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. എത്ര ഭയങ്കര സ്നേഹമാണെന്നറിയാവോ നമ്മുടെ കർത്താവിന്റെ സ്നേഹം. ഇന്ന് രാത്രി അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല, അത്രമാത്രം ഭയങ്കര സ്നേഹം. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ മുടിയനായ പുത്രൻ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോകുക. വേണേ കല്ലെറിഞ്ഞൊക്കെ കൊല്ലായിരുന്നു, അപ്പം വിചാരിച്ചു പോട്ടെന്ന് വിചാരിച്ചു. അവൻ വീട്ടിൽ നിന്ന് പോവാ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ, കണ്ണും വെട്ടത്തൂന്ന് മറഞ്ഞ സമയം മുതൽ അപ്പൻ ഇവനെ നോക്കിയിരിക്കുക. ഇന്ന് വരും, നാളെ വരും, ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്റെ പാസ്റ്ററിന് എങ്ങനെ മനസ്സിലായി അപ്പൻ ഇത്രമാത്രം നോക്കിയിരുന്നെന്ന്? ആ ഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. ഞാൻ ചോദിക്കട്ടെ, ഇവൻ തിരിച്ചു വരുന്നു എന്നുള്ള വാർത്ത ആരെങ്കിലും പറഞ്ഞിട്ടാണോ അപ്പൻ അറിഞ്ഞ്? വീട്ടിലെ വേലക്കാരെങ്കിലും വന്നിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പ പോയവൻ തിരിച്ചു വരുന്നുണ്ട്, ഓടിച്ചെല്ല്, ആരെങ്കിലും പറഞ്ഞോ? ഒരു മനുഷ്യനും പറഞ്ഞില്ല. ആരെങ്കിലും പറയുന്നതിന് മുൻപേ തന്നെ അപ്പൻ കണ്ടു അപ്പന്റെ മോൻ ദൂരേന്ന് തിരിച്ചു വരുന്നത്. ഇന്ന് രാത്രി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? അപ്പൻ ഇന്ന് രാത്രിയിലും നിന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുക. ഒരുപക്ഷെ നീ മടങ്ങി വരണമെന്ന് അയൽവക്കത്തുള്ളവർക്ക് താല്പര്യമില്ലായിരിക്കും, നീ മടങ്ങി വരണമെന്ന് ദേശത്തുള്ളവർക്ക് താല്പര്യമില്ലായിരിക്കും, നീ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് നോക്കിയിരിക്കുന്നവരായിരിക്കാം ചുറ്റുപാടുകളിലുള്ളത്. പക്ഷെ എന്റെ സ്വർഗത്തിന്റെ പിതാവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതം പാപത്തിന്റെ കടിച്ചുവപ്പായിരുന്നാലും ഇന്ന് രാത്രിയിൽ അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ തക്കവണ്ണം കാൽവറി ക്രൂശിൽ നിന്ന് ഒഴുകുന്ന കട്ടപിടിക്കാത്ത രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ സന്തോഷത്തോടെ വിളിച്ചു പറയണം. എല്ലാവരും നശിക്കണമെന്ന് ആഗ്രഹിച്ചാലും, എല്ലാവരും ഞാൻ അനുഗ്രഹിക്കപ്പെടരുതെന്ന് ആഗ്രഹിച്ചാലും, എല്ലാവരും എന്റെ പേര് പോലും ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ചാലും, ഇല്ല, എന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരപ്പൻ എനിക്ക് സ്വർഗത്തിലുണ്ടെങ്കിൽ അതാണ് എന്റെ പ്രാഗൽഭ്യം എന്ന് രാത്രിയിൽ പറയാൻ കഴിയുന്ന ദൈവമക്കൾ അതരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറ, ഞാൻ നശിക്കാൻ ആഗ്രഹിക്കുന്ന അപ്പനല്ല, എന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരപ്പൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്, എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടെന്ന് മനസ്സിലായി. നിങ്ങൾ വചനം കേൾക്കാൻ ആഗ്രഹത്തോടെ ആവലോടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വചനം പറയാനും ഒക്കെ സന്തോഷം. അപ്പൊ നമുക്കിനി അവന്റെ ആ കഥയിലെ, മുടിയനായ പുത്രന്റെ കഥയിലെ അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അപ്പൊ ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഇത്രയും കാര്യം മനസ്സിലായി. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. അവൻ ജോലിയില്ലാതെ ഒത്തിരി അലഞ്ഞു, ഒത്തിരി ബുദ്ധിമുട്ട് സഹിച്ചു. ചുരുക്കം പറഞ്ഞാൽ നമ്മളൊക്കെ പറയത്തില്ലേ, അങ്ങ് നെല്ലിപ്പലക കണ്ടെന്ന് പറയത്ത്, എന്ന് പറഞ്ഞാൽ ഇനി അതിന്റെ അപ്പുറത്തൊന്നും ഇല്ലെന്നാ. ആ ഒരു സ്റ്റേജിൽ അവൻ എത്തി. അങ്ങനെ എത്തി അവൻ തീരുമാനിച്ചു. അവൻ എന്തോ തീരുമാനിച്ചെന്നറിയാം? ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നത് അത്ര ശരിയല്ല. ഉടനെ അവൻ തീരുമാനിച്ചു, എന്റെ അപ്പന്റെ വീട്ടിലേക്ക് എനിക്ക് പോകണം. എങ്ങോട്ട് പോകണം? എന്റെ അപ്പന്റെ വീട്ടിൽ എനിക്ക് പോകണം. അവിടെ എത്ര കൂലിക്കാര് തിന്നു ശേഷിപ്പിക്കുക, ഞാനോ ഇവിടെ പട്ടിണി കൊണ്ട് നട്ടം തെറ്റിക്കുക. അങ്ങനെ അവൻ പുതിയ തീരുമാനം എടുത്തു. ഞാൻ എന്റെ അപ്പനോട് പറയും, അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ വേലക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്നൊക്കെ പറഞ്ഞൊരു പുതിയ തീരുമാനമൊക്കെ എടുത്ത് അവൻ അവിടുന്ന് നടന്നു വരിക. നടന്ന് വീട്ടിലേക്ക് വരുന്ന വരവ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ? ഈ പ്രദേശത്തുള്ള നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ? മുടിയനായ പുത്രന്റെ വരവ് ഒന്ന് ഭാവനയിലൊന്ന് കണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും കമന്റ്
പറയാനുണ്ടോ മുടിയനായ പുത്രന്റെ വരവിനെ കുറിച്ച്? ഇപ്പൊ എന്ത് യൂട്യൂബിൽ ഇട്ടാലും ഫേസ്ബുക്കിൽ ഇട്ടാലും നമ്മൾ ആ വീഡിയോ കാണുന്നതിനേക്കാൾ കൂടുതൽ താഴത്തെ കമന്റുകളാണ് വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മുടിയനായ പുത്രന്റെ ഈ വരവിനെ കുറിച്ച് നിങ്ങൾക്കുള്ള കമന്റ് എന്തുവാ? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അവന്റെ വരവ് കണ്ടിട്ട്? പറ. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അല്ല, ഇവന്റെ ഈ വരവ് കണ്ടിട്ടേ, പുതിയ തീരുമാനത്തോടും പ്രതിഷ്ഠയോടും ഒക്കെയുള്ള ആ വരവ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആ വരവിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മളൊക്കെ പറയും, എന്താ പറയുന്നേ, മാനസാന്തരത്തോടെ അനുതാപത്തോടെ അവനൊരു പുതിയ തീരുമാനത്തോടെ വരുന്ന ഒരു വരവാണ് വരവെന്നല്ലേ? സന്തോഷമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാന് ഈ പ്രസംഗങ്ങൾ കേട്ടിടത്തും കേട്ടുകൊണ്ടിരിക്കുന്നതും എല്ലാം ഇവൻ എങ്ങനെ വരുന്നതാ കേട്ടത്. നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ? ഇവൻ ഭയങ്കര മാനസാന്തരത്തോടെ വരുന്നെന്ന്. പക്ഷെ ഞാൻ ആ ഭാഗം വെച്ച് നോക്കിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു മാനസാന്തരം ഇവന് വന്നിട്ടില്ല. നിങ്ങളൊക്കെ പറയാതിരിക്കാനും മാനസാന്തരം വന്നത് ഞാൻ സമ്മതിക്കുകയല്ല. മുടിയനായ പുത്രൻ മാനസാന്തരപ്പെട്ടിട്ട് ഒരു മാനസാന്തരം ഇല്ലാതാണ് അവൻ അവിടുന്ന് എഴുന്നേറ്റത്. ഒരു മാനസാന്തരത്തോടെയും അല്ല അപ്പന്റെ വീട്ടിലേക്ക് വരുന്നത്. അതിനപ്പോ നിങ്ങൾ ചോദിക്കുക, അതെന്താ പാസ്റ്ററെ അത് കാരണമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇത്രയും നാൾ അവൻ വീടിനെ കുറിച്ച് ചിന്തിച്ചോ? ഈ മുടിയനായ പുത്രൻ ഇത്രയും നാളായിട്ട് എന്നാ ചിന്തിക്കാതിരുന്നേ? കയ്യിൽ കാശുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ അവൻ വീടിനെ കുറിച്ച് ചിന്തിച്ചത്? തിന്നാൻ പോലും വകയില്ലാതെ പന്നി തിന്നുന്ന ആഹാരം പോലും കഴിക്കണമെന്നുള്ള ചിന്ത അവന് വന്നു. എന്നിട്ട് അത് കിട്ടിയോ? പന്നി തിന്നുന്ന ഭക്ഷണമെങ്കിലും അവന് കിട്ടിയോ? അതുപോലും കിട്ടിയില്ലെന്ന്. അതുപോലും ഗതി മുട്ടിയപ്പോൾ അവൻ പതുക്കെ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? അപ്പനെ കുറിച്ചാണോ ചിന്തിച്ചത്? അപ്പനെ കുറിച്ചല്ല അവൻ ചിന്തിച്ചത്. പിന്നെന്താ ചിന്തിച്ചേ? അപ്പന്റെ വീട്ടിലെ ഭക്ഷണത്തെ കുറിച്ചാ ചിന്തിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, മാനസാന്തരം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ എന്തോ ചിന്തിക്കുമായിരുന്നു? അപ്പനെ കുറിച്ച് ചിന്തിച്ചേനെ. എന്നെ സ്നേഹിക്കുന്ന പോലെ അപ്പൻ. അതൊന്നും അല്ല. അവൻ ചിന്തിച്ചത് ഇത്രേ ഉള്ളൂ, എന്റെ വീട്ടിൽ വേലക്കാര് തിന്നു ശേഷിപ്പിക്കുന്നു, ഞാനോ ഇവിടെ പട്ടിണി കൊണ്ട് നട്ടം തിരിയുന്നു. ഇതാ അവൻ ചിന്തിച്ചത്. ഇന്ന് രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപ്പനോടുള്ള സ്നേഹം കൊണ്ടല്ല മുടിയനായ പുത്രൻ വീട്ടിലേക്ക് വരുന്നത്.